അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗിക വെടിനിർത്തൽ പ്രഖ്യാപനം വീണ്ടും പാഴ്വാക്കായി. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ വീണ്ടും ഇസ്രയേൽ ആക്രമണം നടത്തി. ഇസ്രയേൽ ആക്രമണത്തിന് പിന്നാലെ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ആക്രമണവും ഇറാൻ ശക്തമാക്കിയിരിക്കുകയാണ്. യുഎഇയിലെ കെസാഡ് വ്യവസായ മേഖലയിലുണ്ടായ ആക്രമണത്തിൽ 5 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റു. ഇറാനിലെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തിനുള്ള വിലക്ക് 10 ദിവസത്തേക്ക് കൂടി നീട്ടിയെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ആക്രമണം നടത്തിയത്. ഇറാനിലെ ബുഷഹർ ആണവ കേന്ദ്രത്തിന് നേരെയും കൊൻദാബിലെ റിസർച്ച് റിയാക്ടറിന് നേരെയുമായിരുന്നു ആക്രമണം. ഇതിന് പിന്നാലെ ഗൾഫ് രാജ്യങ്ങൾക്കെതിരായ ആക്രമണം ഇറാൻ ശക്തമാക്കി. യുഎഇയിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 5 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റു. അബുദാബിയിലെ കെസാഡ് വ്യവസായ മേഖലയിൽ യുഎഇ പ്രതിരോധ സേന തകർത്ത മിസൈലിന്റെ അവശിഷ്ടങ്ങൾ പതിച്ചാണ് പരിക്ക്. 2 ഇടത്ത് തീപിടുത്തമുണ്ടായതായും പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. തീ നിയന്ത്രണ വിധേയമാക്കിയതായും അധികൃതർ വ്യക്തമാക്കി. യുഎഇയിലെ പ്രധാന വ്യവസായ മേഖലയിലാണ് ഇന്ന് ഇറാൻ ആക്രമണം നടത്തിയത്. സൗദി അറേബ്യയിലെ അമേരിക്കൻ വ്യോമതാവളത്തിന് നേരെയും ഇറാന്റെ ആക്രമണമുണ്ടായി. ആക്രമണത്തിൽ 12 അമേരിക്കൻ സൈനികർക്ക് പരിക്കേറ്റു. സൗദിയുടെ കിഴക്കൻ പ്രവിശ്യയിലും ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായി. ഒമാനിലെ സലാല തുറമുഖത്തിന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. ഒരു ക്രെയിനും ആക്രമണത്തിൽ തകർന്നു. കുവൈറ്റിനെ ലക്ഷ്യമാക്കിയും ഇന്ന് ഇറാൻ ഡ്രോണുകളും മിസൈലുകളും വിക്ഷേപിച്ചു. 6 ഡ്രോണുകൾ തകർത്തതായി പ്രതിരോധ സേന വ്യക്തമാക്കി. ബഹ്റൈനിലും ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. ആണവ കേന്ദ്രത്തിന് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. യുദ്ധത്തിൽ പങ്കുചേരുമെന്ന് ഹൂതികളും സൂചന നൽകിയതോടെ ആശങ്ക വർദ്ധിക്കുകയാണ്. അതേസമയം പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യാൻ UN രക്ഷാസമിതി ഇന്ന് യോഗം ചേരും. റിപ്പോർട്ടർ, മിഡിൽ ഈസ്റ്റ്.